എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് ഫ്ലെക്സ് കയറിയിരിക്കണം. 4-3-7 ടീമുള്ള 7 പേരുള്ള പോർച്ചുഗൽ വരെ അവർ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പോരാ ബ്രസീലിന്റെ എന്തായാലും ബ്രസീലിനേക്കാൾ ഒരു 10 അടി മേളിലാണെങ്കിൽ നമ്മുടെ പറഞ്ഞു. ഇവിടെ ഇന്ന് അടിക്കാൻ വെച്ചേക്കുന്ന നമ്മളുടെ അടുത്ത് ഫണ്ട് പിരിക്കി. ഫണ്ടില്ലെന്ന് പറഞ്ഞ് പോവാ പോയെന്ന് അതൊന്നും അറിയത്തില്ല. അമ്പലപ്പറമ്പില മറ്റേ ഇതൊക്കെ എടുത്ത് വെച്ച് കെട്ടിയാൽ മതി, അതൊക്കെ മതി. ഇവിടെ ഒരുത്തനുണ്ട്, അവൻ്റെ അടുത്ത് എന്തെങ്കിലും മേടിച്ച് ഞാൻ ഫണ്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് എന്തായാലും കയറണം, അത്രേ ഉള്ളൂ. എന്തോ കാണിക്കുന്നത് ഗോള് പോയി കിട്ടി പണ്ടാരം. എന്റെ ആവശ്യം ജസ്റ്റ് ഗ്യാപ്പ് ഗോള് നീ തടുത്ത് കളഞ്ഞു. ഇതെന്താണെന്നറിയാവോ? ഇത് പന്ത്. ഇതെന്നാ നീ ഒരു ബന്ധമില്ലാത്ത ജേഴ്സി ഒക്കെ ഇട്ടിരിക്കുന്നേ? എടാ ഇനി ലോകം എന്താ ഈ ഒരു കാൽപ്പന്തിന്റെ അത്രേ ഉള്ളൂ. കളി തുടങ്ങിയത് അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞു. നീ കഴിഞ്ഞ തവണ ഈ ടീം അല്ലായിരുന്നല്ലോ. ഈ തവണ ഞാൻ ഈ ടീമാ. കാരണം കഴിഞ്ഞ കളിയിൽ ഇവരല്ലേ കപ്പ് ഉണ്ടായേ. അതുകൊണ്ട് ഞാൻ ഈ കൊലത്തിലാണ് ഈ വർഷം. എങ്ങനെയുണ്ട്? ചേരുന്നില്ലേ? ചേരുന്നുണ്ട്. കുറച്ച് റീൽസ് ചെയ്യണം. പിന്നെ ഒരു വലിയ ഫ്ലക്സ് അടിക്കണം കേട്ടോ ജംഗ്ഷനിൽ. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. ഫ്ലക്സ് ഒക്കെ അടിക്കുന്നുണ്ട് ഞങ്ങള്. എന്താ ഫ്ലക്സ് ഒക്കെ ഞങ്ങൾ അടിക്കുന്നുണ്ട്. അല്ല എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടേ ഈ ഒരു ജേഴ്സി വെച്ചിട്ട് എനിക്ക് അതൊന്നും നടക്കത്തൊന്നുമില്ല. എനിക്ക് മെസ്സിയുടെ കൂടെ ഒരു ഫ്ലക്സ് വെക്കണടാ, വലിയ ഒരെണ്ണം കട്ടോട്ട് അടിക്കാനാ. മെസ്സിയുടെ കൂടെ നിന്റെ ഫ്ലക്സാ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തോളെ വെച്ചിട്ട് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ ഒരു വലിയൊരു ക്യാപ്ഷൻ അത് എന്റെ അടുത്ത് വെക്കണം. മെസ്സി ഇപ്പുറത്ത് നിൽക്കണം, ഞങ്ങൾ തോളെ ഇങ്ങനെ കൈയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ശരി. പക്ഷെ ഒരു 3000 രൂപയാവും. ഇത്രയോളം ഈ വീടിന് എത്രയോളം വെക്കും? പിന്നെ ഇപ്പൊ ഫുൾ സീസൺ ടൈമാ. ഫ്ലെക്സിനൊക്കെ ഭയങ്കര വിലയാ. ഒരു ഫ്ലെക്സിന് 3000 രൂപ? പിന്നെ 3000 രൂപ കുറഞ്ഞൊന്നും നടക്കൂല. ഏറ്റവും ചെറിയ ഇത് തന്നെ 3000 രൂപ. അതെ, 500 തന്നെ കമ്മീഷൻ അല്ലേ? കമ്മീഷൻ ഒന്നുമില്ല. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ ഫ്ലെക്സ്. നമ്മൾ വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫ്ലെക്സ് അതായിരിക്കും. എത്ര അടി വരും? അതൊരു 150 അടി വരും. ഇവര് ബ്രസീലുകാര് വെച്ചിട്ടുണ്ട് 150 അടി. അതിന്റെ മണ്ടൽ എന്തായാലും അടിക്കണം. 150 ഒരു കാര്യം ചെയ്യും. അപ്പൊ എന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ മെസ്സി വരണം ഈ കൈയുടെ ഇറക്കി. ഉറപ്പായിട്ടും. ഓക്കെ, ജംഗ്ഷനിൽ വെക്കാനാ. അപ്പൊ 3000 രൂപയ്ക്ക് 3000 രൂപ. 3000. ഇല്ല ഇട്ടേക്കണം. ഇടാ, നീ ഇങ്ങോട്ട് ചെല്ലേ, അയച്ചിട്ടേക്കാം. ശരി. ഇതേ വരുന്നു. ഞാൻ വല്ല കോഴ്സ് പഠിച്ചാലോ നാലൊക്കെയുണ്ട്. എന്തായാലും ജർമ്മന നോക്കണേ, നോക്കിട്ട് ചെയ്യണം എന്തായാലും. അല്ല ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ. ശരി, ഞാൻ വിളിക്കാവേ. ചേട്ടനെന്ത് ഈ വേഷത്തി? ഇതേ വേഷം അറിയത്തില്ല ഏതാന്ന്? ചേട്ടന് ഫുട്ബോൾ കളി കാണാറില്ലല്ലോ. ഞാൻ എന്റേതായ ഒറ്റയ്ക്കുള്ള ഏരിയയിലൊക്കെ ഞാൻ ഇരിക്കുമ്പോ ഞാൻ റൂമിലേക്ക് ഇരുന്ന് കാണാറുണ്ടല്ലോ. അത് ഫോണിലാണ് കാണുന്നത്, ടി വി കാണാറില്ലെന്നേ ഉള്ളൂ. അത് നമ്മള് ഫുട്ബോൾ കാണുന്ന എല്ലാരും കാണിച്ചോണ്ടാണോ കാണുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടി വിയിലൊന്നും കാണുന്നത്. അതുകൊണ്ടാണ്. ഞാൻ മെസ്സിയുടെ ഭയങ്കര ആരാധകനാ. എന്ത് വരുന്നു? ഫോൺ വിളിക്കുവായിരുന്നു കണ്ടിട്ട്. അതെ, അത് മനസ്സിലായി. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ചെറിയ സഹായം. എന്താ? ഞാനിപ്പോ ഒരു ക്ലബിലൊക്കെ ചേർന്നു, ഫുട്ബോളിന്റെ. ഇവിടെ ജംഗ്ഷനിലുള്ള ഒരു ക്ലബുണ്ട്. അപ്പൊ അതിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ അതില് വലിയൊരു സംഭവം നടക്കുന്ന പറഞ്ഞാല് ഒരു സാധാരണ ഒരു വളരെ സാധാ ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് വീടും കുറച്ച് സാമ്പത്തികമായിട്ട് സഹായവും പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും ഒരു ചെറിയ സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കൊടുക്കണം, പക്ഷെ അതിനുള്ള കാശ് ഇപ്പൊ ഇല്ല. കൊടുക്കണ്ട. കഷ്ടമുണ്ട്, മോശമല്ലേ? നമ്മള് ക്ലബിലും ചേർന്ന് പോയി. ഇത് നല്ല കാര്യമല്ലേ? ഒരു ഫുട്ബോൾ നടക്കുമ്പോ ഒരു വീട് പണിയുന്നു. നല്ല കാര്യമാ. അപ്പൊ ചേട്ടൻ ഉണ്ടെങ്കിൽ കൊടുക്ക്. എന്റെ ഇല്ല. അപ്പൊ ഇയാള് സഹായിച്ചാ ഇപ്പൊ അത് കൊടുക്കാം. ഈ ഫുട്ബോൾ കളിക്കിന്റെ ആ ട്രെൻഡിന്റെ ഇടയ്ക്ക് കൊടുക്കാനാ. അപ്പൊ എല്ലാരും അറിയപ്പെടും. അപ്പൊ മറ്റുള്ളവരും കൂടെ സഹായിക്കും. അതിന്റെ ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? നീ എനിക്കൊന്ന് സഹായിച്ചാലേ. എനിക്ക് ആരോട് തരാൻ? എനിക്ക് ജോലി കൂലിയൊന്നുമില്ല. ഞാൻ തിരിച്ചു തരാം, വെറുതെ അല്ല. ഞാനാണോ പണിക്ക് പോകുന്നത്? ചേട്ടനാണോ പണിക്ക് പോകുന്നത്? പണിക്ക് ഞാൻ പഠിക്കുമല്ലേ, എന്റെ പൈസ ഒന്നും ഇല്ല. നീ തൽക്കാലം എനിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ. നാണക്കേടാ എനിക്ക് അവിടെ ചെന്നത് കാശില്ലെന്ന് പറയാൻ. അമ്മോട് വല്ലതും ചോദിക്കും, അമ്മ വരും. കാണാട്ടാ, ഒരാവശ്യത്തിന് വരും. ബൈ. അതെ, ഞാനൊരു കാര്യം നോക്കുമായിരുന്നു. എന്നിട്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. തിരക്കിലാണോ? പറഞ്ഞോ. ഒരു 3000 രൂപ നീ കടം തരാം. 3000 രൂപയോ? നിനക്കെന്തിനാ 3000 രൂപക്കോ? അഞ്ചാടെ എനിക്കെന്താ 3000 രൂപ ആവശ്യം വരുത്തില്ല. എന്താ ആവശ്യം എന്ന് പറ. അത് ഞാനേ പുതിയൊരു ക്ലബിൽ ചേർന്നു. അല്ല, ഈ ക്ലബിലല്ല, ഇവിടുത്തെ ഒരു ഫുട്ബോൾ ക്ലബ് ഉണ്ട് നമ്മുടെ. ശരി, ഇതേതാ ടീഷർട്ട്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. പുതിയതാ ഇത്? അറിയത്തില്ലേ? ഫുട്ബോളിനെ കുറിച്ച് വിവരല്ലേ? ഇത് മെസ്സിയുടെ ആണ്, അർജന്റീന.
അല്ല നിനക്കും ഫുട്ബോളും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഫുട്ബോളിൽ തമ്മിലുള്ള ബന്ധം എനിക്ക് ഇതുവരെ അറിയത്തില്ലല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മാച്ചല്ലേ ഇപ്പൊ നടക്കുന്നത്. ഇതിന് ഒരുപാട് വർഷം പുറകിലേക്ക് പോകണം. ഞാൻ ഇത്രേ ഉള്ളപ്പോൾ മുതലുള്ള കഥ പറയേണ്ടി വരും. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പ്ലെയർ ആയിരുന്നു നാട്ടിലെ, ഫുട്ബോൾ പ്ലെയർ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ക്ലബ്ബുകൾ, സ്കൂളുകളിലൊക്കെ വലിയ ചാമ്പ്യൻ, അങ്ങനെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ബൃഹത് വ്യക്തിയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മാച്ച് വന്നപ്പോൾ ഞാനൊരു അർജന്റീന ടീഷർട്ട് എടുത്തിട്ടോ. ഞാൻ ഭയങ്കര ഫാൻ ബോയാ. അതൊരു വലിയൊരു കഴിഞ്ഞ കാലം. അതുകൊണ്ട് ഈ ക്ലബിൽ ഞാൻ ചേർന്നു. അപ്പൊ ഈ ക്ലബിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചാരിറ്റി പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു സാധു കുട്ടി, അവര് വീട്ടുകാര്, അവർക്ക് വീടൊന്നുമില്ല. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് ഒരു വീടും അതിന്റെ കൂടെ കുട്ടിക്ക് പഠനാവശ്യത്തിനായിട്ടൊരു കുറച്ച് പൈസയും നമ്മൾ കൊടുത്ത് സഹായിക്കുന്നു ക്ലബിന്. അപ്പൊ ഒരാളുടെ കയ്യിൽ വെച്ച് 3000 രൂപ പിരിവുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്താൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. ഈ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പ്രചോദനം സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കണം, അല്ലാണ്ട് എന്റെ അടുത്തല്ല ചോദിക്കും. നീ നമ്മളെന്താ അങ്ങനൊക്കെ എന്തോ പൈസയുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അതെ, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരു തപസ്യയാണ്. അത് ഈ പ്രായം മുതൽ തുടങ്ങണം. അല്ലാതെ ഈ 28ാമത്തെ വയസ്സിലെടുത്ത് ഫുട്ബോളിൽ ചാടാൻ പറ്റത്തില്ല. അത് നിന്നെ പോലുള്ള മരുന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ 1500 രൂപ, പക്ഷെ 3000 രൂപ. നീ എന്നെ ചുമ്മാ വാശി പിടിപ്പിക്കല്ലേ. നിനക്കിപ്പോ എന്താ? എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് എല്ലാം പഠിക്കാം. ഇങ്ങനെ പഠിക്കാം. അത് ഇന്നുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. നീ തൽക്കാലം മോന്റെ തന്നെ സഹായിക്കും. എന്നെ വാശി പിടിപ്പിക്കണ്ടേ? അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ. ഉറപ്പിക്കോ? തരത്തില്ലല്ലോ. ഉറപ്പിക്കുന്ന തരത്തിൽ ഞാൻ 3 പേരാണ്. ഒന്ന് നീ 10 വരെ തരത്തില്ല. എന്നാ ഞാൻ പോവാ. കാണാം. എന്നെ കളിയാക്കുന്നല്ലേ. ചലിച്ച് പ്രിയദർശിനികൾ. സൗജന്യ യാത്ര ഔദാര്യമല്ല, ആദരം മുഖ്യമന്ത്രി. സ്ത്രീകൾക്ക് യാത്ര സൗജന്യം, പക്ഷെ ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴ. അപ്പൊ ടിക്കറ്റ് എന്തായാലും ചോദിച്ചു മേടിക്കണം കേട്ടോ. എന്തോ ഒരു പത്രവായന രാവിലെ. പിന്നെ നമുക്കത് പെണ്ണുങ്ങൾക്കൊക്കെ ഫ്രീ അല്ലേടാ ബസ്സിൽ. സന്തോഷമല്ലേ? അമ്മ ഇന്നൊരു പ്രത്യേക ചൈതന്യം കേട്ടോ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ. നല്ല തിളങ്ങിയിരിക്കുന്നു മുഖം. എന്താണ് കാര്യം? അല്ല, സത്യമായിട്ട് പറഞ്ഞേ. ജോലി ചെയ്ത് ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ആ ചർമ്മം കണ്ടോണ്ട്. കാര്യം പറ. സ്വർണ്ണ ഇറക്കുമതിയിൽ പിരിവ്. സ്വർണ്ണം മേടിക്കാനുള്ള അമ്മ ആ സ്പോർട്സിന്റെ ആ കോളം വെച്ച ഫുട്ബോളിന്റെ കാര്യം എന്തൊക്കെയാ നോക്കാം. ഇതൊക്കെ എന്തോ എന്ത് കാര്യത്തിന്? എണ്ണയൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഫുട്ബോളിന്റെ കാര്യം എന്തോ നോക്കും. ഫുട്ബോൾ അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടേ അമ്മ ഇത് കണ്ടോ? എന്ത് കൊള്ളാല? എന്താ? ഫുട്ബോൾ ജേഴ്സിയാ. അമ്മയ്ക്ക് പണ്ട് ഓർമ്മയുണ്ടോ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ മുറ്റത്ത് കിടന്ന്? എനിക്ക് ഒരു ഓർമ്മയും ഇല്ല. വയലിൽ കളിക്കാൻ പോയാൽ അമ്മ അടിച്ച ഓർമ്മയുണ്ടോ? നീ അടിച്ചതൊക്കെ ഓർമ്മയുണ്ട്, വയലും അടിച്ചത് ഓർമ്മയുണ്ട്. ഫുട്ബോൾ കളിക്കാൻ പോയി ചെളിയൊക്കെ ആക്കിയിട്ട് വന്ന് ഒരു ഓർമ്മയില്ല മോനെ. കാര്യം പറഞ്ഞേ. അമ്മ ഫുട്ബോളിന്റെ ഒരു കോച്ചിങ് സെന്റർ ഇവിടെ ജംഗ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവിടെ കോച്ചിങ്ങിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൊക്കോ. പോണം. അതിന് അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനൊന്നും. അമ്മ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ സഹായം ചെയ്യണമായിരുന്നു. ചെറിയ സഹായം ഉള്ളൂ, അത് ഞാൻ തിരിച്ചു തരും. എന്റെ മോനെ, കാക്ക മലന്ന് പറഞ്ഞാലും വാങ്ങിയ പൈസ തിരിച്ചു തരാൻ ഞാൻ തരും. ഒരു മാസത്തിൽ ഞാൻ തിരിച്ചു തരും. എന്റെ മോനെ, ഇനി എന്റെ ഒരു പൈസയില്ല. ആകപ്പാടുള്ള പൈസ, ഞാൻ കള്ളം പറയണില്ല, ആകപ്പാട നിക്കിക്ക് ഈ സെമസ്റ്ററിൽ കൊടുക്കാനുള്ള ഫീസിന്റെ പൈസ എന്റെ ഉള്ളൂ. അന്ന് ചോദിക്കരുത്, ഞാൻ തരയില്ല, ചോദിക്കരുത്. തരില്ല. അപ്പൊ തരത്തില്ല ആണല്ലോ. ഇല്ല, കൊച്ചിനെ പഠിപ്പിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ച് വിട്ടില്ലേ? അതിനൊരു 3000 ചോദിച്ചുള്ളൂ. അധികമൊന്നുമില്ല. ഒരു രക്ഷയില്ല. ശരി. പൈസക്ക് വന്നിരിക്കുന്നു. ഇപ്പൊ എടുത്ത് തരാം. നിക്കേ, അയച്ചു തരാം. 3000 പറഞ്ഞേ. നോക്കുവാ. സെറ്റാക്കാം. ഞാൻ നോക്കട്ടെ. ശരി. ആരോ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. ഒക്കെ അന്ന് സാധാരണ ഇരിക്കുന്നു. വേറൊന്നും. ഹലോ. പൈസ ഉണ്ട്, ക്യാഷ് ആയിട്ടാ. എന്ത് പത്ത് കളിയാണ് തീർച്ച. ഒരു ബന്ധുവും അതിന്റെ പിന്നെ കുറെ ആൾക്കാരും കാണാൻ പോലും വയ്യ. ബോറടിക്കും. ചേച്ചി എന്തെടുക്കോ? ഞാനേ മാച്ച് കണ്ടോണ്ടിരിക്കുക, ഫുട്ബോൾ മാച്ച്. ഇവിടെ എന്തേ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ? രാവിലെ തന്നെ ചേട്ടൻ പന്തും പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്റെ ചേട്ടനേ എന്നോടൊരു പുച്ഛം. എന്തിന്? എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാന്നാണ് അവൻ പറയണത്. അതിപ്പോ ചേട്ടൻ പറയുന്നില്ല.
ചേട്ടനും അറിയില്ലല്ലോ. അവനിവിടെ എന്തോ കപ്പ് കിട്ടിയെന്നോ മാച്ച് കളിക്കാറുണ്ടെന്നോ അവനെന്തോ എക്സ്പോർട്ടാന്നോ. അത് ചേട്ടൻ കള്ളം പറയുന്ന. ചേട്ടനും ഒരു തേങ്ങ അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ചേട്ടൻ ഇതുവരെ മാച്ച് കാണുന്നത്. എടാ കള്ള. എന്താണെങ്കിലും അവനെന്നെ കളിയാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഫുട്ബോൾ പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. പക്ഷെ ഇത് എന്ത് മട്ട് കളിയാണത്, ബോറടിക്കുന്നു എനിക്ക്. അതെ, ചേട്ടൻ വന്ന് പൈസ വല്ലതും ചോദിച്ചായിരുന്നോ? ആ എന്ത് പറഞ്ഞു ചേച്ചിയുടെ അടുത്ത്? 3000 രൂപ ചോദിച്ചായിരുന്നു. അവനെന്തോ ക്ലബില് ചെയ്യാനാന്നോ എന്തോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ പൈസ ഒന്നും ഇല്ലെന്ന്. അല്ല അത് നിന്റെ അടുത്ത് എങ്ങനെ ചോദിക്കണേ? എനിക്കറിയില്ല, എന്റെ പൈസ ഉണ്ടാവും ചോദിച്ചിട്ടായിരിക്കും. നിനക്കറിയോ മാച്ച്? എനിക്കറിയില്ല. ഒന്നും അറിഞ്ഞൂടല്ലോ. വാ നമുക്ക് കുറച്ച് കണ്ട് പഠിക്കാം. നല്ല ബോറാ. കുറച്ച് ലൈവ് ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. നോക്കി ഇതെവിടെ ഒപ്പിച്ച്? അതൊക്കെ കഷ്ടപ്പെട്ടോ. നീ നോക്ക്, പൈസ ഉണ്ടോ? സത്യം പറ. എടാ നീക്ക് പേടിക്കാൻ എന്താ, ഐഡിയയുടെ അന്വേഷണമൊന്നും വരത്തില്ല. 3000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അതെ, ആ കവലയുടെ നടുക്കിരിക്കണം. 150 അടി. ഞാൻ നീളം കൂടിയതും മെസ്സിദേ ഒരു പകുതി മതി. പിന്നെ അത് ഉറപ്പായിട്ട്. ക്യാപ്ഷനും വേണം. മറ്റേ കണ്ടു കഴിഞ്ഞാൽ വടക്കേവളയിലെ മറ്റേ മദനന്റെ മോനാന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ശരി. നിഖിലേ ആ